മോട്ടോർ ഇൻഫോടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ വ്യൂസിനും സ്വാഗതം. ഇന്നൊരു ഉഗ്രം വാഹനമായിട്ടാണ്, ഒരു അടിപൊളി സ്കൂട്ടറായിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2024 മോഡൽ ഹോണ്ട ഡിയോ ആണ്. ഡിയോൻ്റെ തന്നെ 125cc എച്ച് സ്മാർട്ട് ഫുൾ ഓപ്ഷൻ ഏറ്റവും ടോപ്പ് മോഡലാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ അവസാനം വരെ കാണുക. പുതിയ വ്യൂവേഴ്സ് എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഈ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് തരാനായിട്ട് ഹെൽപ്പ് ചെയ്ത് ആര്യഭംഗി ഹോണ്ട നോർത്ത് പറവൂർ ഷോറൂമാണ്. അങ്ങനെ ഒരു കോൺടാക്ട് നമ്പർ. ഇതൊരു 3S ഫെസിലിറ്റിയാണ്. സെയിൽസ്, സർവീസ്, സ്പെയർ പാർട്സ് എല്ലാം അവൈലബിൾ ആണ്. പിന്നെ എക്സ്ചേഞ്ച്, ഫിനാൻസ് സപ്പോർട്ട് എല്ലാം അറേഞ്ച് ചെയ്ത് തരും. അപ്പോൾ എന്തായാലും ഹോണ്ടയുടെ വാഹനം ആവശ്യമുണ്ടെങ്കിൽ എന്തായാലും ആര്യഭംഗിയിൽ കോൺടാക്ട് ചെയ്യുക. 2024 മോഡൽ ഹോണ്ട ഡിയോ 125 എച്ച് സ്മാർട്ട് OBD2 സെൻസറുള്ള, അതുപോലെ തന്നെ E20% എത്തനോൾ ഉള്ള ഫ്യൂൽ സപ്പോർട്ടഡ് ഹോണ്ട ഡിയോൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഡിയോ എച്ച് സ്മാർട്ടിൻ്റെ വിൻഷീൽഡ് ഗ്ലാസ് വരുന്ന ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ്. സ്പ്ലിറ്റ് ആയിട്ടുള്ള 2 DRLs വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. സ്കൂട്ടറിൻ്റെ മിറേഴ്സ് എല്ലാം മാറ്റ് ബ്ലാക്ക് കളറിലുള്ളതാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, അതിൻ്റെ ഹാൻഡിൽ കവറിൽ ആ ലിവർ വരുന്ന ഭാഗങ്ങളിലെല്ലാം കാർബൺ ഫൈബറാണ് മെറ്റീരിയൽ വന്നത്. അത് വളരെ റിച്ച് ആയിട്ടുള്ള നല്ലൊരു പ്രീമിയം ഫീൽ വാഹനത്തിന് കൊടുക്കുന്നുണ്ട്. വാഹനത്തിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് സെയിം തന്നെ, എല്ലാ മോഡലും സെയിം തന്നെ. ഹാലജൻ ബൾബ് യൂസ് ചെയ്തുള്ള യെല്ലോ കളർ ഇൻഡിക്കേറ്ററാണ്. ഹെഡ്ലൈറ്റ്സും മാറിയിട്ടുണ്ട്. ഹെഡ്ലൈറ്റ്സ് നല്ല കിഡിലൻ LED ഹെഡ്ലൈറ്റ്സ് ആണ് വാഹനത്തിന് വരുന്നത്. അത് വളരെ ഡ്യൂറബിൾ ആയിട്ടുള്ള, വളരെ പ്രകാശമുള്ള, വൈറ്റ് കളർ പ്രകാശം നൽകുന്ന നല്ലൊരു ഹെഡ്ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ ഹെഡ്ലൈറ്റ്സിൻ്റെ ചുറ്റും ഒരു ക്രോം കവറിങ് കൊടുത്തിട്ടുണ്ട്. മഡ് ഗാർഡ് എല്ലാം വരുന്നത് മാറ്റ് ബ്ലാക്ക് ആണ്. അതിൽ ആ കളർ അനുസരിച്ചുള്ള സ്റ്റിക്കറും അതിന് വരും. പിന്നെ നിങ്ങൾ ഈ ലിവറും ഹാൻഡിൽ ഗ്രിപ്പൊക്കെ ശ്രദ്ധിച്ചാൽ ഇതൊക്കെ വളരെ പ്രീമിയം, നല്ലൊരു മെറ്റൽ, അതായത് മിക്സഡ് അലോയ് മെറ്റലിലാണ് ഇതെല്ലാം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല പ്രീമിയം, റിച്ച്, ഹൈ ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ എടുത്ത് പറയുകയാണ്, എനിക്കിന്ന് വളരെയധികം ഫീൽ ചെയ്തൊരു കേസാണ്. പിന്നെ 125ൻ്റെ നല്ലൊരു ബോഡി ഗ്രാഫിക്സ് വരുന്നുണ്ട്. ഫ്രണ്ട് സസ്പെൻഷൻ പറഞ്ഞാൽ ടെലസ്കോപ്പിക് ആണ്. ഹൈഡ്രോളിക് ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് വാഹനത്തിന് യൂസ് ചെയ്തിരിക്കുന്നത്. ഡിയോ എച്ച് സ്മാർട്ടിൻ്റെ വീൽസ് എല്ലാം അലോയ് വീൽസ് ആണ്. അത് ഫ്രണ്ട് ആയാലും ബാക്ക് ആയാലും അലോയ് വീൽസ് ആണ്. 12 ഇഞ്ച് അലോയ് വീൽസ് ആണ് വാഹനത്തിന് വരുന്നത്. ടയർ രണ്ടും MRF കമ്പനിയുടെ ടയറാണ്. 90/10 ഫ്രണ്ട് വരുന്നത്. സൈഡ് ആകുമ്പോൾ കുറച്ച് വലിപ്പം കൂടുന്നുണ്ട്. അത് ഞാൻ ആ സൈഡിൽ പറഞ്ഞുതരാം. നമ്മുടെ സേഫ്റ്റിക്കായിട്ട് CBS ബ്രേക്കിംഗ് വരുന്നുണ്ട്, കോമ്പി ബ്രേക്ക് വരുന്നുണ്ട്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഫ്രണ്ട് വെന്റിലേറ്റഡ് ഡിസ്ക് ബ്രേക്സ് ആണ്. സിംഗിൾ പിസ്റ്റൺ കാലിപ്പറാണ് യൂസ് ചെയ്തേക്കുന്നത്. നല്ല എഫക്റ്റീവ് ബ്രേക്കിംഗ് ആണ്. വേറെ സീനൊന്നുമില്ല. ഞാൻ ഡ്രൈവ് ചെയ്ത് നോക്കി, വണ്ടി സൂപ്പറാണ്. നല്ല ഡീസൻ്റ് ആയിട്ടുള്ള സ്റ്റോറേജ് ഫുട്പാത്തിൽ വാഹനം നൽകിയിട്ടുണ്ട്. ഫൈബറാണ് മെറ്റീരിയൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇൻറ്റീരിയർ പറയുക വെച്ചാൽ ഫുൾ മാറ്റ് ബ്ലാക്ക് ആണ്. പക്ഷേ അതിലെല്ലാം ഇടയ്ക്കിടയ്ക്ക് നല്ല റിച്ച് ഫീൽ ആയിട്ട് കാർബൺ ഫൈബർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മീറ്റർ ഫുള്ളി ഡിജിറ്റലൈസ്ഡ് ആണ്. അതിപ്പോൾ ഡിലക്സ് ആയാലും എച്ച് സ്മാർട്ട് ഫുൾ ഓപ്ഷൻ ആയാലും എല്ലാ മോഡലിലും ഫുള്ളി ഡിജിറ്റലൈസ്ഡ് മീറ്ററാണ് വാഹനത്തിന് കൊടുക്കുന്നത്. അത് വളരെ നല്ലൊരു ഫീലാണ്. പിന്നെ മീറ്ററിന് താഴെയായിട്ടൊരു പ്രീമിയം സിൽവർ ഫിനിഷ്, വാഹനത്തിൻ്റെ കളർ ഏതാണോ അതനുസരിച്ചുള്ളൊരു പ്രീമിയം ആ സെയിം കളറിലൊരു ഫിനിഷ് കൂടെ കൊടുക്കുന്നുണ്ട്. അഡീഷണലായിട്ട് ഫ്യൂൽ റേഞ്ച്, കറണ്ട് റണ്ണിങ് മൈലേജ്, ലാസ്റ്റ് റണ്ണിൽ കിട്ടിയ മൈലേജ്, ഈ 3 കാര്യങ്ങളാണ് കൂടുതലായിട്ട് വന്നേക്കുന്നത്. 1 ലിറ്റർ സ്റ്റോറേജ് വരുന്നുണ്ട്. പിന്നെ 3 കിലോ വരെ വെയിറ്റ് ഹാങ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഹുക്കും വരുന്നുണ്ട്. ഫുള്ളി സ്മാർട്ട് കീ ആണ്. ഓപ്പറേഷൻസ് എല്ലാം ഈ 2 സ്വിച്ചസ് ആണ് ഫുള്ള് പരിപാടി നോക്കുന്നത്. അതിപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഓണായി കാണിച്ചു തരാം. കണ്ട, അത് ഞാൻ തിരിച്ചപ്പോൾ തന്നെ എൻജിൻ ഓണായി, പക്ഷേ വണ്ടി സ്റ്റാർട്ടായിട്ടില്ല. ഇതാണ് എൻജിൻ ഓൺ ഓഫ് സ്വിച്ച് വരുന്നത്. സീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ഡീസൻറ്റ് സ്പേസ് വരുന്ന നല്ലൊരു ഡോട്ടഡ് ടൈപ്പ് സീറ്റ് കവർ വരുന്ന, 2 പേർക്ക് സുഖമായിട്ടിരിക്കാൻ പറ്റിയ ഒരു അടിപൊളി സീറ്റാണ് ഡിയോ പുതിയ മോഡൽ വരുന്നത്. പിന്നെ അഡീഷണൽ ആയിട്ട് ബോഡി ഗ്രാഫിക്സ് വരുന്നുണ്ട്. എച്ച് സ്മാർട്ടിൻ്റെ ബാഡ്ജിങ് ഉണ്ടാവും. ESPയുടെ എഞ്ചിൻ ടെക്നോളജിയുടെ ബാഡ്ജിങ് വരുന്നുണ്ട്. വാഹനത്തിൻ്റെ റിയർ സൈഡും ടെലസ്കോപ്പിക് സസ്പെൻഷൻ തന്നെയാണ്. അത് 3 പോയിൻ്റ് അഡ്ജസ്റ്റബിൾ ടെലസ്കോപ്പിക് സസ്പെൻഷനാണ്. ഹൈഡ്രോളിക് ആയിട്ടുള്ള 124cc എയർ കൂൾഡ് FI പ്രോഗ്രാംഡ് BS6 എഞ്ചിനാണ് വാഹനത്തിന് വരുന്നത്. ഏകദേശം 10 bhp പവർ വരുന്നുണ്ട്. 8.4 ന്യൂട്ടൺ മീറ്ററാണ് വാഹനത്തിൻ്റെ ടോർക്ക് വരുന്നത്. കമ്പനി പറയുന്ന മൈലേജ് 48 ആണെങ്കിലും അതിൽ കൂടുതൽ ഒരു 50-55 റേഞ്ച് മൈലേജ് ഇഷ്ടംപോലെ കസ്റ്റമർക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ സേഫ്റ്റിക്കായിട്ട് സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ കട്ട് ഓഫ് സെൻസർ വരുന്നുണ്ട്. സൈഡ് സ്റ്റാൻഡ് തട്ടിയാൽ മാത്രമേ വാഹനം സ്റ്റാർട്ട് ആവുള്ളൂ. പിന്നെ ഇതിൻ്റെ എടുത്ത് പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഫുഡ് റെസ്റ്റ്, അത് അലോയ് മെറ്റീരിയലാണ്. കൂടാതെ ഫോൾഡബിൾ ടൈപ്പ് ഫുഡ് റെസ്റ്റ് ആണ് വാഹനത്തിന് വരുന്നത്. ഫുള്ളി ഹെവി ക്വാളിറ്റി ഐറ്റംസ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. ആ ഒരു കാര്യത്തിന് ഫുൾ ഗ്യാരണ്ടിയാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡ് ടെയിൽ ലാമ്പ് ഇൻഡിക്കേറ്ററൊക്കെ ഒന്ന് നോക്കാം. ഈ വാഹനത്തിൻ്റെ റിയർ ഗ്രാബ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് ഒരു പുതിയ ടൈപ്പ് ഡിസൈനാണ്. ഞാൻ ഫുള്ളി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്തിൽ കാണിച്ചു തരാം. ഇനി ഇൻഡിക്കേറ്റേഴ്സ് വരുമ്പോൾ ഹാലജൻ ബൾബ്സ് തന്നെയാണ്, നോർമൽ ട്രഡീഷണൽ ആയിട്ടുള്ള ഹാലജൻ ബൾബ്സ് തന്നെയാണ് ഇൻഡിക്കേറ്റർ യൂസ് ചെയ്തിരിക്കുന്നത്. ടെയിൽ ലൈറ്റ്സ് വരുന്നതും സെയിം ഹാലജൻ ബൾബ്സ് തന്നെയാണ്. അതൊരു ഗ്രാസിയുടെയൊക്കെ പോലെ, റിയർ സൈഡ് ഒരു ഗ്രാസിയ പോലെയായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ വലിയൊരു മഡ് ഗാർഡ് വരുന്നുണ്ട്. പിന്നെ അത് കൂടാണ്ട് ബാക്ക് സൈഡ് ടയറും ട്യൂബ്ലെസ് ആണ്.
MRFിൻ്റെ 90-110 സൈസിലുള്ള ട്യൂബ്ലെസ് ടയറാണ് വാഹനത്തിന് വരുന്നത്. 12 ഇഞ്ച് അലോയിൽ ബാക്ക് സൈഡിലും വരുന്നുണ്ട്. അഡീഷണൽ ആയിട്ട് എഞ്ചിൻ ചേമ്പറിലേക്ക്, ആ കമ്പാർട്ട്മെൻറ്റിലേക്ക് ചെളിയടിച്ചിറായിട്ട് നല്ലൊരു മഡ് ഗാർഡും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ എക്സോസ്റ്റ് ചേഞ്ച് ആയിട്ടുണ്ട്. ഡ്യുവൽ ബാരൽ എക്സോസ്റ്റ് ആണ്. സൗണ്ട് മാറിയിട്ടുണ്ട്. നല്ല കിടുക്കൻ സ്പോർട്ടി സൗണ്ടാണ് വാഹനത്തിന് വരുന്നത്. സൈലൻസറിൻ്റെ ആ പൈപ്പിനും നമ്മുടെ കാല് പൊള്ളാണ്ടിരിക്കാനായിട്ടൊരു കവർ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എഞ്ചിൻ വരുന്നത് എയർ കൂൾഡ് എഞ്ചിനാണ്. പിന്നെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ കീ ഒന്ന് നോക്കിക്കോട്ടെ. നമ്മുടെ കാറിലൊക്കെ വരുന്ന പോലെ സ്മാർട്ട് കീ ആണ് വരുന്നത്. അതിന് 2 സ്മാർട്ട് കീയും വരും, 2 ബാർകോഡും വരും. കീ പോയി കഴിഞ്ഞാൽ കീ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാനാണ്. ഇത് സിമ്പിളായിട്ട് 2 സ്വിച്ച് വരുന്നുള്ളൂ. ആ സ്കൂട്ടറിൻ്റെ പടം വന്ന സ്വിച്ച് നോക്കി കഴിഞ്ഞാൽ ലൈറ്റ് കത്തും, ഹസാർഡ് ലൈറ്റ് കത്തും. അപ്പോൾ നമുക്ക് വണ്ടി ഇവിടെ നിന്ന് കണ്ടെത്താം. രണ്ടാമത്തെ സ്വിച്ച് വരുന്നത് വണ്ടി സെൻട്രൽ ലോക്ക് ചെയ്യാനായിട്ടുള്ളതാണ്. അങ്ങനെ 2 ഫംഗ്ഷൻ സിമ്പിൾ പരിപാടിയാണ് ഈ വാഹനത്തിൽ വരുന്നത്. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ അതിൻ്റെ സീറ്റ് ഓപ്പൺ ചെയ്യാനുള്ള സ്വിച്ചാണ്. അത് സ്വിച്ചുമ്പോൾ താഴേക്ക് വെച്ച് കഴിഞ്ഞാൽ സീറ്റ് തുറക്കാം. നമുക്ക് സീറ്റ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് വെച്ചാൽ പഴയ പോലെ ടൂൾ കിറ്റ് പോലെ ഒരു കിറ്റായിട്ട് തന്നെയില്ല. ആ ടൂൾസ് എല്ലാം 2 സൈഡിൽ ഫിക്സ് ചെയ്ത് വെച്ചേക്കാണ്. പിന്നെ നമ്മുടെ ഡിയോൻ്റെ സീറ്റിൻ്റെ സ്പേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു LS2 നല്ലൊരു സ്പോർട്ടി ഹെൽമെറ്റും ഒരു ചെറിയ ബാക്ക് പാക്കും വെച്ചാൽ തന്നെയും അത്യാവശ്യം സ്പേസ് ബാക്കിയുണ്ടാവും. ഫസ്റ്റ് എയ്ഡ് കിറ്റും അതിൽ വാഹനത്തിൽ വരുന്നുണ്ട്. റിയർ ഗ്രാബ് വരുന്ന പുതിയ മോഡലാണ് സിൽവർ, ഗ്ലോസി സിൽവർ പെയിൻറ്റഡ് ആണ്. ബാക്കിലിരിക്കുന്ന ആൾക്ക് സൂപ്പറായിട്ട് ബാക്കിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ എക്സ്റ്റേണൽ ഫ്യൂൽ ഫില്ലിംഗ് ആണ്. 5.3 ലിറ്റർ കപ്പാസിറ്റി വരുന്നുണ്ട്. ഏകദേശം ഒരു 50-55 ഇടയിൽ മൈലേജും നമ്മുടെ വണ്ടിക്ക് കിട്ടുന്നുണ്ട്. 104 കിലോ ആണ് വാഹനത്തിൻ്റെ ആകെ വെയിറ്റ് വന്നുള്ളൂ. 170 mm ഗ്രൗണ്ട് ക്ലിയറൻസും ഉണ്ട്. അത്യാവശ്യം പൊക്കമുള്ള ആൾ വണ്ടി കയറി ഇരുന്നാലും കാലൊന്നും മുട്ടൂല. സുന്ദരമായിട്ട് യാത്ര ചെയ്യാം. ട്രെയിനിങ് എല്ലാം എഫക്റ്റീവായിട്ട് ചെയ്യാം. 2024 മോഡൽ BS6 FI എഞ്ചിൻ പവേർഡ് ആയിട്ടുള്ള ഫ്യൂൽ ഇഞ്ചക്ഷൻ എഞ്ചിൻ സപ്പോർട്ടുള്ള OBD2 E20 സപ്പോർട്ടറായിട്ടുള്ള ഹോണ്ട ഡിയോ 2 വേരിയൻറ്റ് വരുന്നുണ്ട്. ഡീലക്സ് മോഡലുണ്ട്. അതിന് ഏകദേശം 1,04,000 രൂപയാണ് ഇന്നത്തെ പ്രൈസ് വരുന്നത്. സ്മാർട്ട് അതായത് ഫുൾ ഓപ്ഷൻ വരുമ്പോൾ ഏകദേശം 1,14,000 വരും. നമുക്ക് ഫിനാൻസ് ഇട്ട് വണ്ടി എടുക്കാം. പല ഷോറൂമിലും പല ടൈപ്പാണ്. നമുക്ക് ഏകദേശം ഒരു 15,000 രൂപയ്ക്കാണെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാം. പിന്നെ ചില സ്ഥലത്തൊക്കെ 0 ഡൗൺ പേയ്മെൻറ്റ് ചില ബാങ്കുകൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബേസിക്കായിട്ട് ചിലപ്പോൾ 1,000 രൂപ കഴിച്ചാൽ തന്നെ വണ്ടി ഇറക്കാവുന്നതാണ്. EMI കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 5,000 രൂപ 6,000 റേഞ്ചിൽ നമുക്ക് EMI നിൽക്കും ഈ 15 രൂപ അടച്ചാൽ. അപ്പോൾ ഈ പുതിയ മോഡൽ ഡിയോയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ എന്താ പറയുക, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞുതരാം. എനിക്ക് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി വളരെയധികം ഇഷ്ടപ്പെട്ടു. എഞ്ചിൻ്റെ സൗണ്ട് വളരെ സൈലൻ്റാണ്. മൈലേജ് നല്ലപോലെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ബാക്ക് സൈഡ് പറയുകയാണെന്ന് വെച്ചാൽ കുറച്ച് ഗ്രാസിനെ ഓർമ്മിപ്പിച്ച്. പിന്നെ ബേസിക്കായിട്ട് ഇപ്പോൾ ഈ മോഡൽ എല്ലാത്തിലും വരുന്ന നമ്മുടെ എന്താ പറയുക ബ്ലൂടൂത്ത് സപ്പോർട്ട് വാഹനത്തിന് വരുന്നില്ല. അതൊരു ഡ്രോബാക്കായിട്ട് പറയാം. റിയർ സൈഡ് ടെയിൽ ലാംപ്സിൽ LED ലൈറ്റ്സ് കൂടെ വെക്കായിരുന്നു. അതുകൊണ്ട് വെച്ചിട്ട് ഉഗ്രനായനെ. പക്ഷേ വണ്ടി മോശമൊന്നുമല്ല, കിടിലനാണ്. ഡിയോ എടുക്കാൻ മൈൻഡുള്ള ആൾക്കാർക്ക് ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.